സാമുവേൽ പറയുന്നൊരു വാക്കുണ്ട്, 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇപ്പോൾ നിങ്ങളെ നയിക്കാൻ ഒരു രാജാവുണ്ട്. ഞാൻ വൃദ്ധനായി, ജരാനരകൾ ബാധിച്ചു. എൻ്റെ പുത്രന്മാരാകട്ടെ നിങ്ങളോടുകൂടെയുണ്ട്. ഇപ്പോൾ സാമുവേലിൻ്റെ അവസ്ഥ നമ്മൾ പറയില്ലേ, എനിക്ക് പ്രായമായി, ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. സാമുവേൽ പറയുവാണ്, ഞാൻ വൃദ്ധനായി, ജരാനരകൾ ബാധിച്ചു, ഞാൻ ഇത്രയും നാളൊക്കെ നിങ്ങളെ നയിച്ചു. എന്നിട്ട് സാമുവേൽ തൻ്റെ ജീവിതം പറയുവാണ്. ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, സാമുവേൽ ചോദിക്കുന്ന ചോദ്യമാണ് 3-ാമത്തെ വാക്യം. ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിൻ. ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയെയോ അപഹരിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ? ഇവയിൽ ഏതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതും എന്തും മടക്കിത്തരാം. ഉടനെ ഇത് കേട്ടു നിന്നവർ, 4-ാമത്തെ വാക്യം, അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരിക്കുകയോ ചെയ്തിട്ടില്ല, ആരിൽ നിന്നും യാതൊന്നും അപഹരിച്ചിട്ടുമില്ല. അവൻ അവരോട് പറഞ്ഞു, ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടുവെന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ്. അവർ പ്രതിവചിച്ചു, അതേ, കർത്താവ് സാക്ഷി. ഒരാളുടെ ജീവിതമാണ്. പക്ഷെ ആൾക്ക് നല്ല പ്രായമായി, വൃദ്ധനായി. പക്ഷെ ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് ഈ മനുഷ്യൻ ആരും ഉപദ്രവം ചെയ്തിട്ടില്ല. ആരെയും തകർക്കാനോ ആർക്കും പാര വെക്കാനോ ആരെയും നശിപ്പിക്കാനോ കൈക്കൂലി വാങ്ങാനോ ഇല്ലാ കാര്യങ്ങൾ വിളിച്ചു പറയാനോ ഒന്നും പോയിട്ടില്ല. സത്യസന്ധമായി ജീവിച്ച ഒരാൾ. ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന എപ്പോൾ പ്രാർത്ഥിച്ചോ അപ്പോഴേ സ്വർഗം മറുപടി തരുമായിരുന്നു. ഈ 12-ാം അധ്യായം ഇതിൻ്റെ 17-ാമത്തെ വാക്യം നോക്ക്. ഇത് ഗോതമ്പ് കൊയ്യുന്ന കാലമല്ലേ? ഇടിയും മഴയും അയക്കാൻ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിക്കും. 18-ാമത്തെ വാക്യം, സാമുവേൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് ഇടിയും മഴയും അയച്ചു. ജനം കർത്താവിനെയും സാമുവേലിനെയും ഭയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ സാക്ഷ്യമുള്ള മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി. ആള് വൃദ്ധനായി, ജരാനിരകൾ ബാധിച്ചു, പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ദൈവം മറുപടി കൊടുക്കുവാണ്. ഒരു ഇടിയും മഴയും, നല്ല മഴയും ഇടിയൊക്കെ ചോദിച്ചു, ഉടനെ തന്നെ ഇങ്ങനെ ഒരു മറുപടി ജനത്തിന്, നാടിന് ലഭിച്ചപ്പോൾ ജനം സാമുവേലിനെയും ദൈവത്തെയും ഭയപ്പെട്ടുവെന്ന്. പ്രിയപ്പെട്ടവരെ, ആരുടെ പ്രാർത്ഥനയാണ്? ജീവിതം കൊണ്ടൊരു സാക്ഷ്യമുള്ളവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം അത്ഭുതമാക്കി മാറ്റിയത്. ജീവിതം കൊണ്ടൊരു സാക്ഷ്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ആരെക്കുറിച്ചും ഇല്ലാവചനങ്ങൾ വിളിച്ചു പറയരുത്. ആരെക്കുറിച്ചും അപഖ്യാതികൾ പറഞ്ഞു പരത്തരുത്. ആരെക്കുറിച്ചും ദോഷം വിളിച്ചു പറയരുത്. ആരുടെയും വിവാഹം മുടക്കരുത്. ആരുടെയും ശുശ്രൂഷ മുടക്കരുത്. ആരുടെയും നന്മ കളയരുത്. നിനക്ക് ഒരു പാത്രം വെള്ളവേലും തന്നവനെ വഞ്ചിക്കാൻ പോകല്. അവനെ കളിയാക്കാൻ പോകല്, പരിഹസിക്കാൻ പോകരുത്. കാര്യങ്ങൾ പറയുക. പക്ഷെ അവൻ്റെ ജീവിതത്തിലെ നന്മകളെ കളയൽ. അയൽവാസിയാകട്ടെ, നാട്ടുകാരാകട്ടെ, ദേശക്കാരാകട്ടെ, ആരുമാകട്ടെ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യരുത്. എനിക്കറിയത്തില്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് എനിക്കറിയത്തില്ല, എന്നെക്കുറിച്ച് അറിയത്തില്ല, അത്രയും പറയുക. ആരെക്കുറിച്ച് മോശം പറയരുത്. ആരുടെയും വിവാഹം മുടക്കരുത്. ആരുടെയും നന്മ മുടക്കരുത്. അത്രയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ഒരു സാക്ഷ്യം നിനക്കുണ്ടോ? നിന്റെ പ്രാർത്ഥന ആകാശം മേഘങ്ങളെ തുളച്ച് അത് ദൈവസന്നിധിയിലെത്തും. ഉടനെ മറുപടി ലഭിക്കും. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുന്ന എല്ലാവരും കേട്ടെ, നമ്മുടെ കുടുംബം ഒരു സാക്ഷ്യമുള്ള കുടുംബമാകട്ടെ. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമുള്ള ജീവിതമാകട്ടെ. ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് കുറ്റം പറയുന്നവരുമുണ്ട്. ഒരേ നാവ് കൊണ്ട് രണ്ടും ചെയ്യല്ലേ. ഒരുപാടൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേലും ആരെയും ഉപദ്രവിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്, ആരുടെയും കണ്ണുനീര് വീഴ്ത്താൻ ഇടയാകരുത്. ആരുടെയും. അത്രയും ഒരു സാക്ഷ്യമുള്ള ജീവിതം നിനക്കുണ്ടോ? നിനക്കും നിന്റെ പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ നിധിക്ക് തുല്യമായ വിലയുണ്ട്.